ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് കസ്റ്റംസിന്റെ റെയ്ഡ് തുടരുന്നു. നടൻ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ പിടിച്ചെടുത്തു. ദുൽഖറിന് കസ്റ്റംസ് സമൻസ് നൽകി. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി എറണാകുളത്തെ മമ്മൂട്ടിയുടെ ഗ്യാരേജിലും പരിശോധന തുടരുന്നു. നടന്മാരായ പൃഥ്വിരാജിന്റെയും നടൻ അമിത് ചക്കാലക്കലിന്റെയും വീട്ടിലും റെയ്ഡ് നടന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ആഡംബര കാർ ഷോറൂമുകളിൽ നിന്ന് 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. തൃശൂരിലും കസ്റ്റംസ് പരിശോധന നടന്നു. പേരുകളുമായി നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എന്തൊക്കെ നടപടികളിലേക്ക് കടന്നു? ഏകദേശം പരിശോധന ആരംഭിച്ചിട്ടിപ്പോൾ 5 മണിക്കൂറിലധികമായി. രാവിലെ 9:30യോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെ അടക്കമുള്ള വീടുകളിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്, അതായത് ഭൂട്ടാനിൽ നിന്നും ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലേലം ചെയ്ത വാഹനങ്ങൾ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അത് മറ്റു പലർക്കും മറിച്ചു വിറ്റു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇത്തരത്തിൽ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിലടക്കം ഇത്തരത്തിൽ 30-ലധികം വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ദുൽഖർ സൽമാനും പൃഥ്വിരാജ് അടക്കമുള്ളവർ, നടൻ അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വാഹനം വാങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. എന്തായാലും ഇവരുടെ 3 പേരുടെയും വീടുകളിൽ രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പൃഥ്വിരാജിന്റെ വീട്ടിലെത്തിയെങ്കിലും പക്ഷേ ഇവിടെ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഈ വാങ്ങിയെന്ന് പറയപ്പെടുന്ന വണ്ടിയോ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഏകദേശം 150ഓളം വാഹനങ്ങൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കസ്റ്റംസിന്റെ ഇറക്കുമതി തിരിവ് വെട്ടിച്ച് വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും ഇതിൽ കസ്റ്റംസ് പരിശോധിക്കുന്നത് ഈ വാഹനം വാങ്ങിച്ചവർക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇത് അറിയാമായിരുന്നോ, കസ്റ്റംസിന്റെ ഇറക്കുമതി തിരിവ് വെട്ടിച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ഇവർക്ക് അറിയാമായിരുന്നു എന്നാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ നടന്മാർ കൂടാതെ മറ്റു പലരും, അതായത് വ്യവസായികളും കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ പനമ്പള നഗറിലെ വീട്ടിലും മമ്മൂട്ടിയുടെ 316 ആണെന്ന ഗാരേജിലും, വളരെ പ്രശസ്തമായ മമ്മൂട്ടിയുടെ ഗാരേജാണ്, ഈ ഗാരേജിലും നിലവിൽ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെയുള്ള വാഹനങ്ങളും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവന്നതാണോ എന്ന കാര്യം ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെയെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. 2 വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. ഒന്ന് ലാൻഡ് റോവറിന്റെ ഡിഫൻഡറാണ്, 2010 മോഡൽ ഡിഫൻഡർ. ഒപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ച നിസാന്റെ KY എന്ന മോഡൽ വാഹനവും പിടിച്ചെടുത്തു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ദുൽഖർ സൽമാന് സമൻസ് നൽകി, കസ്റ്റംസ് സമൻസ് നൽകി എന്ന വാർത്തയും നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ വൈകിട്ട് 6:30 കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 6:30 കസ്റ്റംസ് ഓഫീസിൽ വിശദമായ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ കസ്റ്റംസ് പരിശോധന നടക്കുന്ന ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കൂടി എത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് നിലവിൽ ഈ വീടിനകത്ത് പരിശോധന നടക്കുന്നത്. എളംകുളത്തെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിൽ, കളമശ്ശേരിയുള്ള ഭാഗങ്ങളിൽ ചില വ്യവസായികളുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 13 വാഹനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് ഈ വാഹനങ്ങൾ എത്തിക്കും. ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് നേരത്തെ തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വ്യവസായികൾ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ, നടന്മാർ, സംവിധായകർ അടക്കമുള്ളവർ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ തട്ടിപ്പ് അറിയാമായിരുന്നോ എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ധന്യ. ഇതിൽ ഇനിയിപ്പോ ഈ പരിശോധനയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ഓഫീസർ എന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുക മാത്രമാണോ? മറ്റൊന്ന്, ഈ സ്ഥാപനങ്ങളിലേക്കുള്ള പരിശോധന ഏത് തരത്തിലാണ് നടക്കുന്നത്? നിലവിൽ ഈ പിടിച്ചെടുത്തിരിക്കുന്ന വാഹനങ്ങൾ നിലവിൽ ഈ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിൽ 13 വാഹനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പിടിച്ചെടുത്തു. ദുൽഖർ സൽമാന്റെ അടക്കം 13 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷനാണ് കസ്റ്റംസ് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിശദമായ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ
വൈകിട്ട് അറിയിക്കാമെന്ന് കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് വലിയൊരു റാക്കറ്റ് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെ വലിയൊരു റാക്കറ്റ്, ഇത് വലിയൊരു മാഫിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂട്ടാനിൽ നിന്നും ഇത്തരത്തിൽ കുറഞ്ഞ പൈസയ്ക്ക്, അതായത് ലേലത്തിൽ വെക്കുന്നതോ പട്ടളം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ആഡംബര വാഹനങ്ങൾ, വിന്റേജ് കാറുകൾ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് പിന്നീട് അത് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അതായത് 10 ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങൾ 45 ലക്ഷം രൂപയ്ക്ക് വരെ, 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ 45 ലക്ഷം രൂപയ്ക്ക് വരെ വിൽക്കുന്നു എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോയിൽ മാത്രമല്ല, യൂസ്ഡ് കാർ ഷോറൂമുകളിൽ അല്ലെങ്കിൽ ആഡംബര വാഹന ഷോറൂമുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ചില യൂസ്ഡ് കാർ ഷോറൂമുകൾ ഇത്തരത്തിൽ തട്ടിപ്പ് കൂടി നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളാണ് പിന്നീട് വിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ വലിയ തോതിലുള്ള പരിശോധന വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. വിവിധയിടങ്ങളിലെ പരിശോധന അവസാനിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിലെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ ഈ ദുൽഖർ സൽമാന്റെ കളംകുളത്തെ വീട്ടിലെ പരിശോധന അതിപ്പോൾ 5 മണിക്കൂറിലേറെ തുടരുകയാണ്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കസ്റ്റംസിനൊപ്പം തന്നെയുണ്ട്. ഏതായാലും ദുൽഖറിന്റെ 2 വാഹനങ്ങൾ, അത് ഇവിടെ തന്നെയുള്ള വാഹനങ്ങളാണോ എന്നറിയില്ല, പക്ഷേ 2 വാഹനങ്ങൾ ദുൽഖറിന്റെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരവും കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ധന്യ, ദുൽഖറിന്റെ 2 കാറുകളാണ് ഇതുവരെ പിടിച്ചെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഇത്തരത്തിൽ എത്തിയിരിക്കുന്ന വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2 സെലിബ്രിറ്റീസ്, പ്രധാനപ്പെട്ട 2 ആളുകൾ ഉൾപ്പെടെയുള്ള മറ്റു പല ബിസിനസ് ആളുകളുടെ ഉൾപ്പെടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ട്.